ക്ലാർക്ക്. ഹേ ക്ലാർക്ക്, അത് തുറന്നു കിടക്കുകയാണ്. എന്തു പറ്റി? അത് ഞാൻ ആ ഗ്ലാസ് ഒന്ന് പൊട്ടിച്ചു. തമാശയല്ലല്ലോ. ഇന്നലത്തെ അറ്റാക്കിനിടയിൽ നീ അവിടെ എന്തെടുക്കുകയായിരുന്നു? നിനക്കെന്നറിയാം. നീ പോലീസിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു ന്യൂസ് കിട്ടാൻ ഇതിലും എളുപ്പമുള്ള വഴികൾ വേറെ ഉണ്ടെന്ന് നിനക്കറിയില്ലേ? ഉണ്ടോ? ഇല്ല, സത്യത്തിൽ നീ അങ്ങോട്ട് ഓടിച്ചെന്നത് തന്നെയായിരുന്നു നീ ചെയ്യേണ്ടിരുന്ന കാര്യം. നീ എന്തിനാ എവിടേക്ക് വന്നത്? പേരി ആ പോലീസ് റിപ്പോർട്ട് വായിച്ചു. എന്നിട്ട് നിന്നെ ഒന്ന് നോക്കാൻ എന്നോട് പറഞ്ഞു. സത്യത്തിൽ നീ ഇന്ന് ജോലിക്ക് വരാത്തതിന് നിന്നെ പിരിച്ചുവിടാൻ നിൽക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷെ ഞാനതൊന്നും മാറ്റി പറഞ്ഞു. അപ്പോ നീ അവനെ കണ്ടോ? ആരെ? സൂപ്പർമാൻ. ഓ, കണ്ടു. പിന്നെ മാൻഷൻ മാൻഹണ്ടറേയും. മാൻഷൻ മാൻഹണ്ടറോ? ടെറിബിൾ. അത് നിന്റെ സ്റ്റോറി ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ആ പാരസൈറ്റ് അവന് ജീവനോടെ ചുട്ടുകൊന്ന ലോയിസ്. ആ നിലവിളികൾ എനിക്കിപ്പോഴും കേൾക്കാം. അപ്പോൾ സൂപ്പർമാനോ? എനിക്ക് തോന്നുന്നു അവനും മരിച്ചു കാണും. ലോയിസ്, ഈ ജോലി നീ വിചാരിച്ചതുപോലെ അല്ലേ? ഇത് ഞാൻ വിചാരിച്ചതിലും ഒരുപാട് പ്രയാസമാണ്. ഈ സ്റ്റോറി ഞാനൊന്ന് തുടങ്ങി വന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത് എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ക്ലാർക്ക്, മോശമായ പല കാര്യങ്ങളെയും നേരിടേണ്ടി വരുന്ന ഒരു ജോലിയാണ് നീ തിരഞ്ഞെടുത്തത്. ട്രൂത്തിനും ജസ്റ്റിസിനും വേണ്ടി പോരാടുമ്പോൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചടികൾ കിട്ടും. പക്ഷേ ക്ലാർക്ക് കെന്റ്, ഇതാണ് നിനക്ക് വേണ്ടതെങ്കിൽ, ഇതാണ് നിന്റെ വഴിയെങ്കിൽ നീ അത് ചെയ്തേ തീരൂ. ഈ ജോലിക്ക് നല്ല ധൈര്യം വേണം. ചിലപ്പോൾ നിനക്ക് ആകെ തളർച്ച തോന്നുമ്പോൾ നിന്നെക്കാളും സ്മാർട്ടായ ഒരാളോട് സഹായം ചോദിക്കുന്നതും ആ റിസ്കിന്റെ ഭാഗമാണ്. എന്നെക്കാളും സ്മാർട്ടായ ഒരാളോ? അതെ, അവർ നിനക്ക് ചുറ്റും തന്നെ ഉണ്ടാവും. പെർഫെക്റ്റ്. അപ്പോ ആദ്യം നിന്റെ സോഴ്സ് ആരെന്ന് പറ. ലൂയിസ്, നീ എന്റെ വാർത്ത മോഷ്ടിക്കാൻ വന്നതാണോ? ഏയ്, അല്ലല്ല, നമുക്കത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാ. വന്നതിന് നന്ദി ലൂയിസ്, സത്യമായിട്ടും നന്ദി. പെറിയോട് പറഞ്ഞേക്ക് എന്നെ പിരിച്ചുവിടാൻ പറ്റില്ലെന്ന്, കാരണം ഞാൻ രാജിവെച്ചു തൽക്കാലത്തേക്ക്. ക്ഷമിക്കണം, എനിക്ക് പോകണം. എന്ത്? എങ്ങോട്ട്? എന്നെക്കാളും സ്മാർട്ടായ ഒരാളെ കാണാൻ. ഞാൻ ന്യൂസിൽ രണ്ടുപേരുടെയും പേര് വെക്കാമെന്ന് പറയാൻ വന്നതായിരുന്നു.